ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ ഷഫാഫ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോഗ്രാം 2013 എൻ്റെ മെഡിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. 12 ഇയേഴ്സ് ആയിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ പ്രോഗ്രാം ഉള്ള ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നല്ലേ? വേറെ എവിടെയല്ല, അൽബേനിയയിലാണ്. അൽബേനിയയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്നുള്ളത്. അത് വേറൊന്നുമല്ല, ആ ഒരു യൂണിവേഴ്സിറ്റി തരുന്ന പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസിന് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് എന്നെ അത്രത്തോളം അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പ്രോഗ്രാം ഒരു ജോയിൻറ്റ് ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ജോയിൻറ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ തോർ വർഗത്ത യൂണിവേഴ്സിറ്റി ഓഫ് റോം, ഇറ്റലിയിലെ റോമിലുള്ള തോർ വർഗത്ത യൂണിവേഴ്സിറ്റി, വേൾഡ് റാങ്കിങ് തന്നെ 355 വരുന്ന ഈ ഒരു തോർ വർഗത്ത യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് ഡിഗ്രിയാണ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയാൽ ലഭിക്കാൻ പോകുന്നത്. ഇറ്റലിയിലെ ആ ഒരു തോർ വർഗത്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ ആ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ലഭിക്കും. അതേപോലെ തന്നെ അൽബേനിയയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അത് നമ്മുടെ സ്റ്റുഡൻസിന് ലഭിക്കും. ഈ ഒരു ഡിഗ്രി കൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റിൽ ഒന്നാണ് ഈ ഒരു പറഞ്ഞ കാര്യം. ഇറ്റലിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിലെ ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 28+ ഷെൻഗൻ കൺട്രീസിൽ വേറൊരു ലൈസൻസിങ് എക്സാം ഇല്ലാതെ തന്നെ സ്റ്റുഡൻസിന് എൻ്റർ ആവാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. പിന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് കാത്തലിക് യൂണിവേഴ്സിറ്റി B2 ലെവൽ വരെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കും. അതോടുകൂടി തന്നെ സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് ഇറ്റലിയിൽ ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസിങ്ങും കാര്യങ്ങളും ലഭിക്കും. ഇറ്റാലിയൻ ലാംഗ്വേജ് B2 ലെവൽ വരെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് വേറെ ഒരു ലാംഗ്വേജ് എക്സാം വരെ വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഒന്ന് ഇറ്റാലിയൻ ലാംഗ്വേജ് കൂടിയാണ്. കംപ്ലീറ്റ്ലി 100% ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് ആവുന്നത് കൊണ്ട് സ്റ്റുഡൻസിന് NMC കാര്യങ്ങളിലോ അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ട് ഒന്നും വരാനില്ല. 6 ഇയേഴ്സിൻ്റെ കോഴ്സ് തന്നെയാണ് വരുന്നത്. അതും ഇവിടെ ലീഗലായിട്ടുള്ള കാര്യം തന്നെയാണ്. NMC എലിജിബിൾ ആണ്. പിന്നീട് ഒരിക്കൽ നമ്മൾ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ വിചാരിച്ചാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് തോർ വർഗത്ത യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി തരുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്ത് തന്നെയായാലും 3 to 6 months ഇറ്റലിയിൽ പോയിട്ട് പ്രാക്ടിക്കൽസ് ചെയ്യണം. 3 മാസം മുതൽ 6 മാസം വരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് അവിടെ കൊടുക്കുന്നതാണ് തോർ വർഗത്ത യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. അതോടുകൂടി വൺ ഓഫ് ദ എക്സ്പെർട്ടൈസ്ഡ് ഡോക്ടറായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് പുറത്തിറങ്ങും എന്നുള്ളത് തന്നെയാണ്. അൽബേനിയയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. എന്നാൽ കിട്ടാൻ പോകുന്ന ഡിഗ്രിയോ യൂറോപ്യൻ ഡിഗ്രി ആയിരിക്കും. ഇത്രയും ബെനിഫിറ്റ്സും ഇത്രയും കാര്യങ്ങളും ഉള്ള വേറൊരു MBBS ഡിഗ്രി വേറെ ഒരു കൺട്രീസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. പോളണ്ട്, ബൾഗേറിയ, റൊമാനിയയിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പോകാറുണ്ട്. ബട്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഏതൊരു സ്റ്റുഡൻറ്റിനോടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാമായിട്ട് MBBS ഇൻ അൽബേനിയ തന്നെയാണ്.